പത്തനംതിട്ട ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ജീവനക്കാരിയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായിട്ട് 11 ലക്ഷം രൂപ നൽകും. 5 ലക്ഷം രൂപ വീതം KFDCയും പെരിയാർ ടൈഗർ റിസർവും 1 ലക്ഷം രൂപ ജില്ലാ കളക്ടർ നൽകും. കൂടുതൽ തുക നൽകാനുള്ള പ്രപ്പോസൽ സർക്കാർ തലത്തിൽ അവതരിപ്പിക്കും. യുവതിയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് കോന്നി MLA KU ജനീഷ് കുമാർ സ്പോൺസർ ചെയ്യും. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജ്. സേതു, അതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ. 11 ലക്ഷം രൂപ അടിയന്തര സഹായം എന്ന നിലയ്ക്ക് ഈ കുടുംബത്തിന് നൽകും. 32 വയസ്സുകാരിയായ ഗവി സ്വദേശിനിയുടെ കുടുംബത്തിന് നൽകും. അതിൽ 5 ലക്ഷം രൂപ വീതം KFDCയും അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവും ചേർന്ന് നൽകും. 1 ലക്ഷം രൂപ ജില്ലാ കളക്ടറായിരിക്കും നൽകുക. അതുപോലെ തന്നെ കുട്ടിയുടെ പഠനം, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ പഠനം കോന്നി MLA KU ജനീഷ് കുമാറും ഏറ്റെടുത്ത് നടത്തും. അതുപോലെ തന്നെ ചില ആവശ്യങ്ങൾ ഈ കുടുംബവും അതുപോലെ തന്നെ പ്രദേശവാസികളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അത് ജില്ലാ കളക്ടർ നേരിട്ട് അവിടെ എത്തി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെന്നും ഈ ലയങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ പുറത്തു നിന്നുള്ള ആളുകൾ എത്തുന്നത് തടയണമെന്നുമായിരുന്നു. അക്കാര്യം കൂടി ആ ഉത്തരവിൽ പറയുന്നുണ്ട്. പുറത്തു നിന്ന് ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതിലൊരു നിയന്ത്രണം കൊണ്ടുവരും. എന്തായാലും പോലീസ് ഔട്ട് പോസ്റ്റും പ്രധാന സ്ഥലങ്ങളിൽ CCTV ക്യാമറകളും അടക്കം സ്ഥാപിക്കാനുള്ള തീരുമാനമാണ് നിലവിലായിരിക്കുന്നത്. സേതു. ശരി, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.